നാട്ടു ശർക്കര വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്തിട്ടുണ്ടോ? വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്കൊരു സ്വീറ്റ് ചെയ്തെടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. പിന്നെ നമ്മൾ നാട്ടു ശർക്കര വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവുക. അതിന് വേണ്ടി ഞാൻ പാനിൽ ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം 3 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കാഷ്യൂനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വയ്ക്കാം. നമ്മൾ കാഷ്യൂസ് വേറെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. സെയിം ഓയിലിൽ തന്നെ നമുക്ക് 1 കപ്പ് റവ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ആൾറെഡി റോസ്റ്റഡ് റവയാണ്. എന്നാലും നമുക്ക് ഈ ഓയിലും പിന്നെ നെയ്യിലും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അരോമയൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കരിഞ്ഞു പോകാണ്ട് സിമ്മിൽ വെച്ച് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പിന് നമുക്ക് റവ എടുത്തതുകൊണ്ട് നമ്മൾ 3 കപ്പ് വെള്ളം വയ്ക്കുകയാണ്. 3 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇത് നമുക്ക് ലംസ് ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ റവ നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് നാട്ടു ശർക്കര ചേർക്കുമ്പോൾ ഇനി അത് വേവില്ല. അതുകൊണ്ടാണ് നമുക്ക് സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് നാട്ടു ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് റവ എടുത്തല്ലോ, അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് നമുക്ക് നാട്ടു ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരം ഇഷ്ടവർക്ക് 2 കപ്പ് കൂടി നമുക്ക് വെറുതെ ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ 1:1 ആണ് നമുക്ക് റേഷ്യോ. പക്ഷേ എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടം ആണ്. അതുകൊണ്ട് ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ നാട്ടു ശർക്കര നന്നായി ഇളകി വരുമ്പോൾ നമുക്ക് നല്ല മിക്സായി വരും. ഇനി ഇത് പാത്രത്തിൽ ഒട്ടാണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഓൾ ടൈം ഈ പഞ്ചസാരയിൽ കൊണ്ടല്ലേ നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഈ തവണ നമുക്കൊന്ന് മാറ്റി നാട്ടു ശർക്കരയിൽ ചെയ്യാനാണ് നോക്കിയത്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂൻ്റെ എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എനിക്ക് നെയ്യ് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി നമ്മൾ കേസരി ചെയ്യുമ്പോൾ നമ്മൾ കേസരി പൗഡർ ചേർക്കും. പക്ഷേ ഇതിൽ നാട്ടു ശർക്കര ചേർക്കുന്നുണ്ട്. നമുക്ക് നാച്ചുറൽ കളർ ഉണ്ടല്ലോ നാട്ടു ശർക്കര, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേസരി കളർ ചേർക്കുന്നില്ല. ഇതിന് സെമ ടേസ്റ്റാണ്. ഇതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ചെയ്ത് കഴിച്ചാലേ അറിയാം. അപ്പം നല്ല കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ടടാൻ! ഓർഗാനിക്കായിട്ട് നാട്ടു ശർക്കര വെച്ചിട്ട് ഒരു സൂപ്പർ കേസരി ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു പേര് വേണ്ടേ? അപ്പോൾ നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ നാട്ടു ശർക്കര കേസരി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.